അല്ലല്ല നമുക്ക് നമ്മളിപ്പോൾ വേറെ 1-2 പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളത് ഞാൻ പറയാം. ആ ആ അപ്പം അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കാം. അങ്ങനെ ഏകദേശം ഒരു പ്രസ്ഥാനമല്ലേ. അല്ല ആ ശരിയാ. ഞാൻ എന്തായാലും അപ്പുക്കുട്ട സാറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൊള്ളൂലടേ ഇത്. മധുരവും ഇല്ല, ഒരു ഇതുമില്ല, വെറും പച്ചവെള്ളം കുടിച്ച പോലെ ഉണ്ട്. മിക്കവാറും ഒരു ദിവസത്തെ സമരം ഇവനെതിരെ ആയിരിക്കും. എന്തിനു? കരിക്കിന് മധുരമില്ലാത്തതിന്. എൻ്റെ ആളെ അതൊക്കെ വിട്. ആളെ വിളിച്ചതിന് കാര്യം പറ. ഞാൻ വിളിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാണ്. നമ്മുടെ പാർട്ടി ഓഫീസിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട. ഇവിടെ അവിടെയൊക്കെ കുറെ ചാരന്മാരുണ്ട്. അതുകൊണ്ട് സംഭവം കുടുംബത്തിൽ 10ാം ക്ലാസ്സോ +2 പാസ്സായ പിള്ളേർ വല്ലതും ഉണ്ടോ? എന്റെ കുടുംബത്തിൽ ആരുമില്ലല്ലോ. നിന്റെ കുടുംബത്തിൽ പഠിപ്പും പേരുള്ള ആരുമില്ലല്ലോ. നിന്റെ ഉണ്ടാടേ? തമിഴ്നാട്ടിലാളുണ്ട്, മുത്തലക്ഷ്മി. തമിഴ്നാട്ടിലല്ലേ? തമിഴ്നാട്ടിൽ നമ്മൾ പ്രസ്ഥാനം ശരിയാകുമ്പോൾ നമുക്ക് അവിടെ ആലോചിക്കാം. നമുക്ക് കുറച്ച് വോട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയാണ് ഞാൻ ആലോചിച്ചത്. ഇന്നലെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ പത്രത്തിൽ അതിലും ഇതിലൊക്കെ 10ാം ക്ലാസ്സും +2 പാസ്സായ പിള്ളേരുടെ ഫുള്ള് A+ വാങ്ങിച്ച പിള്ളേരുടെ കാര്യങ്ങൾ പല സ്ഥലത്തും അനുമോദനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ ഒരുത്തനും ഇതുവരെ അത് ബുദ്ധി ഉദിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചാടി വീണ് ഈ പിള്ളേരെയൊക്കെ കണ്ടെത്തിയിട്ട് ഓരോ പ്രോത്സാഹനം അങ്ങോട്ട് കൊടുക്കുക. എല്ലാത്തിനും ഓരോ മൊമെൻറ്റം കൊടുക്കുക. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ അളിയാ നമ്മുടെ ഇവിടെ ഈ A+ കിട്ടിയ 19 പേർക്ക് പിള്ളേരുണ്ട്. ഈ 50 പേര് മൊമെന്റം മേടിക്കണ രൂപ എത്ര ആവും അറിയാമോ? പൈസ ഇവിടെ ഇപ്പൊ ഒരു കടയിലും ചെന്ന് കയറാൻ പറ്റത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ആവശ്യത്തിന് പിരിവ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഞാനത് ആലോചിക്കാതിരുന്നില്ല. വേറൊരു വഴി അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് പണ്ട് കിട്ടിയതിനൊക്കെ ഒരു 5-6 എണ്ണം എൻ്റെ വീട്ടിലുണ്ട്. പഴയ പണ്ടത്തെ നമ്മളെ പ്രസംഗം അത് ഇതിനൊക്കെ കിട്ടിയുണ്ട്. പണ്ട് നിനക്ക് സ്കൂളിൽ കിട്ടിയത് വല്ലതും ഉണ്ടോ? വീട്ടിൽ 3-4 ഇരിപ്പുണ്ട്. നടരാൻ്റെ ഉണ്ടോ? 10 ഉണ്ട്. 10 കിട്ടിയത് അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ അനുബന്ധമായ പാർട്ടിയിലുള്ള മറ്റ് എല്ലാവരോടും ഇത് സംസാരിക്കുന്നു. എല്ലാവരും അവരവർ ഉള്ള സാധനങ്ങൾ തരിക. അതെടുത്ത് നമ്മൾ സ്റ്റിക്കറൊക്കെ മാറ്റി ഒട്ടിച്ച് സംഗതി കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു. എന്റെ ക്ലീറ്റോ, നിങ്ങൾ ഈ വീട് പൊളിക്കുവോ? നിങ്ങൾ കുറെ നേരം ഈ സാധനങ്ങൾ വലിച്ചു വാരി ഇടുന്നത് എന്താന്നേ? കുറെ നേരമായി തട്ടിമറിപ്പ്. എന്റെ പൊന്നു ക്ലീറ്റോ, വാ തുറന്നു പറ, ഞങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഈ വീട്ടിൽ ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. നിങ്ങൾ എന്താ വെച്ചെന്ന് വാ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയ കുറെ ട്രോഫി മൊമെന്റ് അല്ല ഞാൻ അവിടെ വെച്ച് എന്ത് ചെയ്ത്? മാമന്റെ ട്രോഫി എന്തോ പറയുന്നത്? ട്രോഫി സമ്മാനം കിട്ടൂല. ഓ, അതൊന്നും എന്റെ പൊന്നു ക്ലീറ്റോ, അതൊന്ന് വാ തുറന്ന് പറഞ്ഞെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞല്ലോ, എവിടെയാണ്? അതല്ലേ നീല കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആക്രിക്കാരെ കൊടുത്തത്. അതാണ് വില നിനക്കറിയോ? അമ്മ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ നല്ല പ്രായത്തിൽ പല വേദിയിൽ പ്രസംഗിച്ചും പിന്നെ പല മത്സരങ്ങളിൽ പങ്കെടുത്ത് എനിക്ക് കിട്ടിയ സമ്മാനങ്ങളായിരുന്നത്. കോളേജിൽ പഠിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് ഉണ്ട കിട്ടിയെന്നാ? എനിക്ക് കിട്ടി, എനിക്കറിയാം. മറ്റുള്ളവർക്ക് കിട്ടി. എന്റെ അമ്മയെ കോളേജിൽ പഠിച്ചപ്പോ ഇങ്ങോർക്ക് കിട്ടിയതൊന്നുമല്ല. ഞാൻ എന്റെ കണ്ണും കൊണ്ട് കണ്ടിട്ടുണ്ട്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോ ആൾക്കാർ ചില പിള്ളേര് സമ്മാനം മേടിക്കാൻ ഉണ്ടാവൂലല്ലോ. ചിലപ്പോ നേരത്തേക്ക് പോകും. അതെല്ലാം ക്ലീറ്റോ കയറി മേടിക്കും കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർക്ക് കൊടുക്കും. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ക്ലീറ്റോ ഇങ്ങനെ തിരുത്തും, പേരെഴുതി ഇങ്ങനെ തിരുത്തും. എന്റെ ആങ്ങളൊക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ വളർന്നു തന്നെ ഞാൻ നിങ്ങൾ ചെയ്യണ കണ്ടിട്ടുണ്ട്. എന്റെ ക്ലീറ്റോ അത് ആക്രിക്കാർക്ക് കൊടുത്തു. അത് പൊടിയും പിടിച്ച് ക്ലാവും പിടിച്ച് ആ മൂലക്ക് എത്ര വർഷങ്ങളായി. ഇപ്പൊ ഷാഗോ പഴയ 2 ട്രോഫി കാണാനില്ലാന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾക്കത്? നിങ്ങൾക്ക് എന്തിനാ ട്രോഫി? നിങ്ങൾ ട്രോഫിയാണോ പുഴുങ്ങി തിന്നുന്നത്? എന്തെങ്കിലും ഒരു നല്ല കാര്യം സമൂഹത്തിന് ചെയ്യാന്ന് വെച്ചാൽ ഇവളൊന്നും സമ്മതിക്കൂല. അമ്മ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പാസ്സായ പിള്ളേർക്ക് A+ കിട്ടിയ പിള്ളേർക്ക് അവർക്ക് ഒരു പ്രോത്സാഹന നിലയിൽ ഞങ്ങൾ പാർട്ടി സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് നമുക്ക് ഇവിടെ ഇരിക്കുകയല്ലേ, ഇതൊക്കെ ഇതെടുത്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാന്ന്. അപ്പൊ അതിനടുത്തുള്ള ഒരു മിനിറ്റ് ഒന്ന് നോക്കി. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ പിള്ളേർക്ക് നിങ്ങളുടെ പഴയ ആദാമിന്റെ കാലത്തുള്ള ട്രോഫി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ പോണേ?
അത് ഞാൻ കൊടുക്കുമ്പോൾ, ഞാൻ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത് അങ്ങോട്ട് കൈമാറുമ്പോൾ പിള്ളേർക്ക് അത് സന്തോഷമാവും. തങ്കച്ചേട്ടത്തി കാര്യം മനസ്സിലായില്ലേ? മൊമന്റോ പുതിയത് മേടിക്കാനുള്ള ഫണ്ട് മറിച്ചു. ഫണ്ട് ഉണ്ട് അവിടെ, പാർട്ടിയിൽ ഫണ്ടില്ലാതിരിക്കുക. 10-500 പിള്ളേരുണ്ട് A+ വാങ്ങിച്ചാൽ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഉള്ളത് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരിക്കും. ഇതൊരു നല്ല കാര്യമാണ്, പുതിയ തലമുറയ്ക്ക് കൊടുക്കണം. അതിനകത്തും കള്ളത്തരം കാണിക്കല്ലേ. നീ നിന്റെ പണി നോക്ക് നോക്കാം. നിന്റെ പെൺപുലികാലത്തെ സംഘടന അല്ലേ ഇത്? ഞങ്ങൾ കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. പെൺപുലിനെ പറഞ്ഞാലുണ്ടല്ലോ. പറയൂടി. നിങ്ങൾ തമ്മിൽ തല്ലി ചാവി. ഞാൻ എന്റെ പാട്ടിന് പോകണം. കഴുതപ്പുലി എല്ലാം കഴുതയുടെ മുകളിലിരിക്കണം. തന്നെടി തന്നെ. അതിന്റെ ഏറ്റവും മുതിർന്ന കോവർ കഴുതയാണ് നീ, പെൺപുലിയുടെ. ഓഹോ പാർട്ടി നശിച്ചു. അയ്യോ നശിച്ച് വേണമെങ്കിൽ അങ്ങ് പോട്ട്. ഓ നീ എവള് പറയാത്തതിൻ്റെ ഇതേ ഉള്ളൂ. എന്തൊരു തോന്നിയ അവസരം കാണിച്ചേക്കണേ നോക്കണേ. ഒരു അവക്കതല്ലേ, അവക്ക് നല്ലത് ഏത് ചീത്ത ഏത് ഒരു വക അറിഞ്ഞൂടാ. എവളാണ് ഒരു പ്രസ്ഥാനത്തിൽ കയറി ഇരിക്കണം. അടിച്ച് തൊലക്കടി നീ, തൊലക്ക്. ഈ അടിക്കുന്ന ഓരോരെയും എനിക്കുള്ളതാണെന്ന് എനിക്കറിയാം. തൊലച്ചോ അധ്വാനിച്ച് കൊണ്ടുവരാത്തോടെ ഉണ്ടല്ലോ. എന്താടാ അവാർഡ് കൊടുക്കാൻ മൊമന്റോ വേണം, അത്രയല്ലേ വേണ്ടു. അതിന് നിന്റെ പൈസ ഉണ്ടോ? പൈസ അല്ല, പിന്നെ സെറ്റാക്കാം. എങ്ങനെ? അതറിയണ്ട, സാധനം കൊടുത്തിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. വിശ്വസിക്കാമോ? ഞാനാ പറ്റും. അതാ പേടി. എന്തിനാ? അല്ല, അച്ഛൻ്റെ പോലീസുകാരനല്ലേ, അപ്പൊ കണ്ടപ്പോ ബഹുമാനാർത്ഥത്തിൽ ഒരു വന്നതാ. ഞാൻ വിരിപ്പെണ്ണ കാണാൻ വേണ്ടി വന്നേ. ചായ പിടിച്ചാ? ഇല്ല, വിളിക്ക. ചായ പിടിച്ചിട്ട് അല്ല, ചായ ഇടുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. അപ്പം തങ്കഞ്ചേട്ടത്തി അവിടെ ഒന്ന് വിളിച്ചു. അത്യാവശ്യം. ആ, മറ്റേ ചെരുപ്പ് ആരിടും? ഒരെണ്ണം മതിയാണ്. അല്ല, അത് പെട്ടെന്ന് അതിട്ടിട്ട് പോ. എന്തിനു പറയുക? എന്താ കൺകുരു വരുന്നുണ്ടല്ലോ. ആ അത് മാറും. ശരി, നിങ്ങളുടെ ബാക്ക് എടുത്ത് പോകണം. എന്താ റിവേഴ്സ് പോണ നീ? അവിടെ കൊടങ്ങാള രൂപശ്രീ ക്ലബിന്റെ വാർഷികത്തിന് സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ മറ്റേ മൂൺവാക്കിന്റെ റിഹേഴ്സൽ. ആ കൊള്ളാം. അങ്ങ അല്ലാതെ അങ്ങനെ പോലെ നീ വാ. നീ എന്താ കാര്യം? എന്താ ഒന്നുമില്ല. തിരിഞ്ഞടാ. ഇത് വണ്ടിയുടെ ബൈക്കിന്റെ ഒരു ബൈക്കിന്റെ സ്പെയർ. ഇല്ലേ? എഞ്ചിൻ കവർ. ഇതെന്തെന്നറിയാം എനക്ക്? ട്രോഫി. വെറും ട്രോഫി അല്ല, ഗുഡ് സർവീസ് സെന്ററിക്ക് എനിക്ക് ആഭ്യന്തരമന്ത്രി എന്ന ട്രോഫിയാണത്. അറിയാം എനക്ക്? എന്തിനടുത്ത് നീ എന്തിനടുത്ത്? ഇത് മാറാല പിടിച്ചിരുന്നപ്പോഴേ അത് തുടച്ചെടുത്ത് വെക്കാന്ന് കരുതി. അത് മാറാല വേറെ ഉണ്ടല്ലോ ട്രോഫികള്. അല്ല, ഓരോന്നായിട്ട് തുടച്ചോണ്ട് വെക്കാന്ന് കരുതി. ഉരുളരുത്, മര്യാദക്ക് നീ പറഞ്ഞു. ഇത് നോക്ക, ഇതൊരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട സാധനമാണത്. കള്ളത്തര ഉടായ്പേൻ്റെ അടുത്ത് കാണിച്ചാ ഇതുവരെ ചേർത്താൻ ചെയ്യും. എന്തിനടുത്ത് 11ാം വാർഡിൽ ഏറ്റവും A+ ഏറ്റവും കൂടുതൽ മേടിച്ച കുട്ടിക്ക് DDT പാർട്ടി അനുമോദനം കൊടുക്കാൻ നേരം മൊമെന്റോ വേണമെന്ന് പറഞ്ഞു ക്ലീറ്റ മറ്റും. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്കൊന്ന് ആരേടിയത്? മേലിൽ അവിടെ നിൽക്കരുത് കേട്ടാ. ഇല്ലേ?
ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ അമൃതയ്ക്ക് അഭിനന്ദനങ്ങൾ. അമൃതയ്ക്ക് എന്ത് സന്തോഷമാവും അല്ലേ? നല്ല നമുക്കും ഒരു സന്തോഷം, കിട്ടുന്നവർക്കും ഒരു സന്തോഷം. അത് തന്നെ. നോക്കിക്കൊണ്ടിരിക്കാതെ 2 തുടച്ചെങ്കിലും വെക്കും. ഒന്ന് താ, ഒട്ടിച്ചതാ. അല്ലെങ്കിൽ ഒട്ടിക്കാൻ എനിക്ക് 2 പൊട്ടിക്കാനാ തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്. ഇത് എന്തൊരു ജന്മമ്മ ഇത്. ഒരു മണമില്ല, ഒരു ഗുണമില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഉടനെ നെഗറ്റീവ് അടിച്ച് അതിനെ നശിപ്പിക്കും. ഇത് കണ്ടോ, ശാസ്താനഗർ റെസിഡൻസിന്റെ കാരാളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷത്തിന് ഏറ്റവും കൂടുതൽ ഇഡലി മത്സരം, പിന്നെ പിന്നെ മണ്ണപ്പൻ ചുട്ടിടുന്നത്, മെഴുകുതിരി കത്തിക്കൽ, സ്പൂണോട്ടം, എല്ലാത്തിനും എനിക്കായിരുന്നു ഫസ്റ്റ്. എവറോളിംഗ് ട്രോഫിയാ. ഇത് നമുക്ക് നമ്മുടെ ആ 7ാം വാർഡിൽ ആ കൊച്ചിന് കൊടുക്കാം. അയ്യപ്പണന്റെ മോക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ സ്റ്റിക്കർ ഒട്ടിക്കണം. അതിന് അതിനകത്ത് ഇത് ഒട്ടിക്കണം. അല്ല, ഇതുകൊണ്ട് തികയോ? തികയില് വേണം, ഒരു 5-6 കൂടി വേണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മച്ചമ്മയുടെ റൂമിനകത്ത് ആ ഷെൽഫിനകത്ത് കവറിനകത്തോട്ട് ഓരോ കുഞ്ഞു ട്രോഫികൾ ഇരിപ്പണല്ലോ, അതും എടുത്താലോ? മച്ചമ്മയുടെ റൂമിൽ, നിങ്ങളുടെ റൂമിലെ ആ ഷെൽഫിനകത്ത് പിന്നെ കട്ടിലിൽ അവിടെയായിട്ട് കുറെ കുഞ്ഞു ട്രോഫികൾ കവറിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതെ, ആളില്ലാത്ത ട്രോഫി അല്ല, എന്റെ മുത്തിന് കിട്ടിയതോ. അതിനകത്തെങ്ങാനും കൈ തൊട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കൈ ഞാനങ്ങ് വെട്ടും. ഇത് മൊത്തം എടുത്ത് തുടച്ചോ? തുടച്ചോണ്ടിരിക്കുക. ഞാൻ എൻ്റെ 1-2 ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കി ഒട്ടിക്കണം. ട്രോഫി വേണം അല്ലേടേ? ഒരു ട്രോഫി ഞാനും തരാം. അയ്യോ എൻ്റെ പൊന്നമ്മ, അമ്മയുടെ മോന് കിട്ടിയ വല്ല ട്രോഫിയാണെങ്കിൽ വേണ്ട. അമ്മയുടെ മോൻ്റെ മോളെ ഒരു വക ഇവിടെ വേണ്ട. അതല്ല, പണ്ട് കേരളോത്സവത്തിന് ഞാൻ പിന്നെ തിരുവാതിര കളിക്ക് പോയില്ലായിരുന്ന, അപ്പൊ എനിക്ക് കിട്ടിയ ഒരു സമ്മാനം ഇരിപ്പുണ്ട്. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു, 10 പേർക്കും കിട്ടി. ഞാൻ ട്രെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് തരാം. എന്നാലേ അമ്മ, അന്ന് കൂടെ കളിച്ച 9 പേരില്ലേ ബാക്കിയുള്ള, അവരുടെ ട്രോഫി കൂടെ മേടിച്ചു തരാൻ പറ്റുമോ? ഷോ, അതിപ്പോ ഇനി എങ്ങനെയാ ഞാൻ പോടാടുന്നത്? അതൊന്നും നടക്കുന്നത് ഉള്ളതാവട്ടെ. അമ്മയുടെ കൂടെ തിരുവാതിര കളിച്ച 9 പേരെ അഡ്രസ്സ് തപ്പിയെടുക്കും. ഇതുപോലെ വയസ്സൻ ടീമുകളാകുമ്പോൾ തരും. അവർക്ക് മനസ്സിലിഞ്ഞ് വേറെ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ നമുക്ക് 2000 രൂപ ആളുകളും തപ്പിയെടുക്കും. ട്രോഫി കാണും, പക്ഷെ മേടിച്ച ആൾക്കാർ ഇപ്പോൾ കാണുമെന്ന് വല്ല സംശയം. ഉള്ളവരെന്ന് എടുക്കാം. ഏതായാലും നോക്ക് നീ. എന്താ ചേച്ചി തുള്ളിച്ചാടി പോണ്, വിളിച്ചിട്ട് നിൽക്കില്ലല്ലോ? അതെ, അമ്മയ്ക്ക് കിട്ടിയ ഒരു ട്രോഫി എടുക്കാൻ വേണ്ടി പോയതാണ്. ചേച്ചിക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ടോ? പിന്നെ അമ്മയ്ക്ക് പണ്ട് തിരുവാതിരക്ക് എന്തോ ടീമായിട്ടൊരു കിട്ടിയ ആ ട്രോഫി ഉണ്ട്, അത് എടുത്തിട്ട് പോയതാണ്. അപ്പൊ ചേച്ചിന് ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ? ആ എന്തേ? അല്ല, നീ ട്രോഫി ആയിട്ട് വരാൻ പറഞ്ഞു ഇവിടേക്ക്. കേട്ടാ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ ഞാൻ വന്നത്. ഇത് ഫോട്ടോ എടുക്കാൻ ആര് പറഞ്ഞു? അല്ല, നീയല്ലേ ട്രോഫി ആയിട്ട് വരാൻ? ഞാൻ ട്രോഫി ആയിട്ട് വരാൻ പറഞ്ഞതേ അമ്മ. ഇപ്പോഴത്തെ ഈ 10ാം ക്ലാസ് പാസ്സായ പിള്ളേർ A+ മേടിച്ച കുട്ടികൾക്ക് ഞങ്ങളുടെ DDT പാർട്ടിയുടെ വക ഒരു മൊമെന്റം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കയ്യിലുള്ളതും ഇവനുള്ളതും നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ കുട്ടികൾക്ക് സന്തോഷമായിട്ട് കൊടുക്കുന്നു. അപ്പൊ അവർക്കൊരു പ്രോത്സാഹനം. അപ്പൊ അമ്മാവന് കിട്ടിയ ഇതും നമ്മൾ ഒരു കുട്ടിക്ക് അമ്മാവൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ സ്പോൺസർ ചെയ്തായിട്ട് ഒരു സന്തോഷം. എടാ, ഇതെനിക്ക് പഞ്ചായത്ത് നിന്നേ മികച്ച ക്ഷീരകർഷകന് കിട്ടിയിട്ടുള്ള അവാർഡാണിത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. എന്താ കൊടുത്ത നല്ല ട്രോഫി അല്ലേ? എടാ, നിങ്ങളുടെ പാർട്ടി കൊടുക്കണമെങ്കിൽ നിങ്ങൾ കാശ് പിരിച്ച എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കണം. ഈ ട്രോഫിയുടെ വില എന്താണെന്ന് അറിയണക്ക്, ഇതിന്റെ മഹത്വം എന്താണെന്ന് അറിയണക്ക്. അമ്മാവ, ഞാൻ ഒരു കാര്യം ചോദിച്ചു. ചേട്ടാ, നീ ഈ രാത്രി ധൃതി പിടിച്ചപ്പോഴൊരു ട്രോഫി ആയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ പുതിയ ജുബൊക്കെ ഇട്ട് വന്ന എന്തിനാണെന്നറിയോ? നീ ഈ ട്രോഫിയും പിടിച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ക്ഷീരകർഷകനെ കുറിച്ചിട്ട് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാർട്ടി ആദരിക്കുന്നുണ്ടാവുന്നൊക്കെ കരുതിയിട്ടില്ല ഞാൻ വന്നത്. അത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. എന്നിട്ട് അമ്മാവ് ഇതിഞ്ഞിത്താ ഇതെന്തെങ്കിലും ഒരു കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്ഷീരകർഷകൻ അമ്മാവിന് ഇനിയും ക്ഷീരകർഷകനാവാൻ പറ്റും. പക്ഷേ ഈ 10ാം ക്ലാസ്സിൽ പാസ്സായ കുട്ടിക്ക് ഒരു പ്രാവശ്യം 10ാം ക്ലാസ്സിൽ പാസ്സായ A+ മേടിക്കാൻ പറ്റും. അത് ആലോചിച്ച് നോക്ക്. നീ പോടായിരുന്നു. ഇത്ര കാലം പഠിച്ചിട്ട് എനിക്കൊരു ട്രോഫി കിട്ടിയിട്ടില്ല. ആകെ മണ്ണിനോട് മല്ലടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രോഫിയാണിത്. എടുത്തൊക്കെ അല്ല ചേട്ടാ, നല്ലൊരു കാര്യത്തിനല്ലേ നമുക്ക് കൊടുക്കാം. നമുക്ക് അതിന്റെ വില അറിയണ്ട. അമ്മായിക്ക് നേരത്തെ വല്ല സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ട് അമ്മായി. അല്ല, അമ്മായിക്ക് ഒരു സമ്മാനം പറഞ്ഞാൽ കിട്ടും. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും കൂടുതൽ വഴിപാട് നടത്തിയത് അത് അവർ നോക്കി വെച്ചിട്ടുണ്ട്. ആ ചേച്ചീനെ കണ്ടിട്ട് അത് നിർത്താൻ പറയട്ടെ. ചേച്ചിക്ക് കിട്ടിയ ട്രോഫി അനക്ക് തരാനുള്ളതല്ല. അത് അമ്മ തരണല്ലേ, അതിനെ മുടക്കായി. ബാക്കി എല്ലാം കൃത്യമായിട്ടൊന്ന് ഒട്ടിച്ചു വെക്ക്. ഞാനൊന്ന് ഇച്ചിരി ഒന്ന് കിടക്കട്ട്, ഒരു ചെറിയ തലവേദന. ഞാനിത് നോക്കിയിരുന്നേ കണ്ണു കാണിക്കും. വെള്ളം തുടയ്ക്കാനുള്ളത് തുടച്ചോ. അൻസാറേ, സത്യം പറഞ്ഞാൽ അവർക്ക് എന്ത് സന്തോഷമായിരുന്നു. ആ കൊച്ചിൻ്റെ കണ്ണ് നിറഞ്ഞ്. അതിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ട്രോഫി കിട്ടിയിട്ടില്ല.
പിള്ളേർ ഇനി അപ്പം ഇത് നമ്മൾ കൊടുക്കണം, ഈ പ്രോത്സാഹനം കൊടുക്കണം. അളിയ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളാണ് അവർക്കൊക്കെ പ്രചോദനമാവുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഏത് വീടാ ഉള്ളത്? അളിയ നമ്മുടെ പ്രസിഡന്റിന് പ്ലംബർ പ്രസിഡന്റ്, പിന്നെ അവന്റെ മോള് നല്ല A+ വാങ്ങിച്ചിരിക്കുകയല്ലോ. സാറേ, ആ ആ സുന്ദരേശന്റെ വീട്ടിൽ കൊടുക്കുന്ന കാര്യം മറന്നു പോകല്ലോ. ഞാൻ എടുത്തു. അവന്റെ വോട്ട് ഇപ്രാവശ്യം നമുക്ക് പിടിക്കണം പിന്നെ കേട്ടാ. ഇത് കാര്യമൊന്നുമില്ല, ഇതൊന്നും വോട്ട് ചെയ്തിട്ടില്ല. പ്രസന്ന ആ ആളില്ലേ? ഓ ഉണ്ട്. വാ വാ വാ. ആ അല്ല ഇതാരേ നേതാവ് മെമ്പർ എല്ലാരും ഉണ്ടല്ലോ, എന്താ വിശേഷം? വരൂ. ചില വിശേഷങ്ങൾ അറിയിച്ചിട്ട് വരും, ചില വിശേഷങ്ങൾ അറിഞ്ഞു വരേണ്ടതാണ്. അങ്ങനെ അറിഞ്ഞു വന്നേക്കണേ ഞങ്ങൾ. അല്ല ഇപ്പൊ അറിഞ്ഞു വന്ന വിശേഷം എന്താണ്? അമ്പടാ എവിടെ ഇവിടുത്തെ മിടുക്കി കുട്ടി? മോളെ എന്തോ അങ്ങ് വന്നേ, ആരൊക്കെ വന്നേ എനിക്ക് നോക്കി. ഹലോ, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ഞങ്ങൾ അറിഞ്ഞു, മനസ്സിലായോ? ഞങ്ങളെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. മോള് DDT എന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഉറുമ്പൊടിയല്ലേ അച്ഛൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അച്ഛാ? അതല്ല മോളെ, DDT എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ മോളെ? ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് പാർട്ടി ഓഫ് ട്രാവൻകൂർ. നമ്മള് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ മോള് 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മോളെ മോക്കൊരു പ്രോത്സാഹനം തരാനായിട്ടാണ് ഞങ്ങളുടെ പാർട്ടി എല്ലാവരും കൂടെ ചേർന്ന് വന്നേക്കണത്. ഇതൊക്കെ വലിയ നേതാക്കന്മാരാണ് കേട്ടോ. അമ്മ എവിടെ? കൊച്ചിന്റെ അമ്മ? അല്ല കൊച്ചിന്റെ അമ്മ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടേ. ഓ ഞാനങ്ങ് പോയി. അമ്മ സുഖമല്ലേ? ഓ സന്തോഷമായി. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുട്ടികൾ പഠിച്ച് നല്ല മിടുക്ക നമ്മുടെ നാടിന് അഭിമാനം ആവണമെന്നുള്ളതാണ്. മോള് പിന്നെ +2 മുഴുവൻ മാർക്കും മേടിച്ച് ഇതുപോലെ മിടുക്കി ആയി കഴിഞ്ഞാൽ മോളുടെ തുടർ പഠനം ഞങ്ങൾ DDT പാർട്ടി ഏറ്റെടുക്കും. എന്നാലും മോളെ ഒരു ജോലി വാങ്ങിച്ചെന്ന് ഒരു ഉന്നത പദവിയിൽ ഇരുത്തിയിട്ട് DDT പാർട്ടി അടങ്ങും. അല്ലെ എനിക്കൊരു കാര്യം, ഇതേപോലുള്ള പ്രോത്സാഹനങ്ങൾ എപ്പോഴും കൊടുക്കണം കുട്ടികൾക്ക്. നാട്ടിൽ ഇത്തരത്തിലുള്ള മെമ്പറൊക്കെയാണ് നമുക്ക് ആവശ്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ വേറെ ആരെങ്കിലും വന്ന് ഇവിടെ RDP എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പല പാർട്ടികളില്ലേ, ആരെങ്കിലും വന്ന് പ്രോത്സാഹനം കൊടുത്താ? ഇല്ലല്ല. അതാണ് അപ്പൊ ഐശ്വര്യമായിട്ട് മോളെ സന്തോഷത്തോടെ കൊച്ചിനെ ഫോട്ടോ എടുത്തോ. മക്കളിഞ്ഞു വാ. സെൽഫി എടുത്തപ്പോ ഫോട്ടോ എടുത്തോ. അച്ഛൻ അമ്മമ്മ എടുത്തോ. ആ കൂട്ട് സാറിന് അയച്ചു കൊടുക്കാതെ ഉടനെ തന്നെ ഇന്നിപ്പോ തന്നെ അയച്ചു. ഇന്നലെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ച് ചായ്പ് വൃത്തിയാക്കിയപ്പോഴേ പറഞ്ഞ് എനിക്ക് കുറഞ്ഞതും കമ്പിയെങ്കിലും കൊണ്ടുവരുന്നു. അങ്ങനെ ആരും കൊണ്ടുവരുന്നു. ഇതെടുക്കും ചോറ് ചെയ്യേണ്ട കയ്യ. അതിന് കുത്തിയില്ലല്ലോ. എന്തിനു വെറുതെ ഈശോ? ഭയങ്കര പേടി. എന്തിനാ മാമി കടന്ന് കരയുന്നത്? ഇത് കുത്തിയ കുടലൊന്നും വരൂലല്ലേ? എനിക്ക് എത്ര ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതാ? ഞാൻ കഴിഞ്ഞിട്ടില്ലല്ല. അത് പഴുത്തിരിക്കുക ഓറഞ്ച് പരുവത്തി. പിന്നെ എവിടെ ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ടോന്നെ നീ എന്തേ കാണിക്കുന്നത്? ഇതൊന്നും തുറക്കണം. ഉണ്ട് കേട്ടോ ഇനി സാധനം. ഞെക്കിയാ മതി പോരും. ഇച്ചിരി വേദന സഹിക്കണം. കിട്ടി ഇതെന്താടാ ഇത്? അവിടെ വന്ന കേക്കല്ലേ വിളി, പ്രസവ വാർഡിൽ പെണ്ണുങ്ങൾ വിളിക്കും പോലെ. പ്രസവം ഒരാരെടുത്തതാ? ചേച്ചി ഉള്ള പണി മൊത്തം ഇടിപ്പിച്ചിട്ട്. എന്റെ പൊന്നേ, ആ ചായ്പിലെ 2 ഇത് പട്ടിക അങ്ങോട്ട് എടുത്ത് മാറ്റിയിടാൻ 2 പറഞ്ഞു. പട്ടിക? 2 അല്ല 5-6 ഉണ്ട്. പരിപാടി സക്സസ്. താങ്ക് യു. വലിയ മോളെ, നമ്മൾ ഈ മൊമെന്റം കൊടുക്കുന്ന പിള്ളേരുടെ സന്തോഷം, ചില പിള്ളേരുടെ ഒക്കെ കണ്ണൊക്കെ നിറഞ്ഞു. 10,000 രൂപ വെച്ച് ക്യാഷ് പ്രൈസും കൂടി കൊടുത്തല്ലോ കണ്ണ് നിറയാൻ. അയ്യോ, നിങ്ങൾ മാത്രമല്ല കൊടുത്തു, എല്ലാരും കൊടുത്തില്ലേ? ഇല്ല, ആരും കൊടുത്തില്ല. അതല്ലേ RDP മറ്റേ കുറെ ടീമുകളുണ്ടല്ലോ, ഒറ്റ ആയിരുന്നു അനങ്ങിയിട്ടില്ല. അവരൊക്കെ ഇനി ആഘോഷമായിട്ട് വെച്ച്, പക്ഷെ നമ്മൾ ഐഡിയപരമായിട്ട് വീട്ടിൽ കൊണ്ടങ്ങ് കൊടുത്തു. നമ്മളെ ബുദ്ധി അങ്ങനെ, ഇത് എന്റെ മാസ്റ്റർ ബ്രെയിനാണ്. അതാരും ഇതുപോലെ ചിന്തിച്ചിട്ടില്ല. ശരിയാ, 10 തലയുള്ള ആരാ? ആരാ ആയിക്കോട്ടെ. ഓ അറിയാലോ നമുക്ക് ലീറ്റച്ചേട്ടന്റെ കഴിവിനെ അംഗീകരിക്കത്തില്ല. ഞാൻ നോക്കിയോ, ഇനി അടുത്ത 10ാം ക്ലാസ് പാസ്സാണ് പരീക്ഷയ്ക്ക് ഞാൻ വേറെ ഒരു ഭയങ്കര ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എവിടെ ട്രോഫി ഒപ്പിക്കും? എവിടെന്നെങ്കിലും ആവട്ടെ, നീ എന്തിനാ അറിയണത്? നിന്റെ ഇതൊന്നും ഇല്ലല്ല, ഉള്ളവര് തരും. അമ്മ പോലും തന്നു. അതെ അതെ, അവർക്ക് ഞാൻ പറയില്ലേ, ഇവൾ അവരെ മോളാണോന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അവരുടെ ഒരു ഇത് പകുതി സ്വഭാവം നല്ലത് ഇത് അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. നെഗറ്റീവോട് നെഗറ്റീവ്. അത് പിന്നെ അവളെ ആങ്ങളെ അതുകൊണ്ട് നെഗറ്റീവ്.
ഓ എന്റെ പൊന്നോ. പരിപാടി കൊണ്ടിപ്പോ പഞ്ചായത്ത് DDT ഒരു പൊടിക്കൂടെ ഉയർന്നു. കേറി കേറി. പിന്നെ പിന്നെ നീ നോക്കിക്കോ, അടുത്ത ഇലക്ഷൻ ഇത് പ്രതിഫലിക്കും. അടുത്ത ഇലക്ഷന് പിള്ളേർ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പഴയ ട്രോഫി കൊടുത്തതിന് ഇവരെ ജയിപ്പിക്കും എല്ലാരും കൂടെ. അതൊന്നും പറയാൻ പറ്റത്തില്ല ചേച്ചി. അത് പഴയ ട്രോഫി ഒന്നും ആരും പറയില്ല. മറ്റേ ബ്രാസിട്ട് മൊത്തം അല്ല സ്വർണ്ണം പോലെ തിളക്കമാക്കിയാ കൊടുത്തത്. ആ നല്ല പണിയെടുത്തേ എടുത്തോണ്ട്. എന്നാ പണിയാണോ താൻ കാണിച്ചത്? എന്റെ മോളെ SSLCക്ക് ഫുൾ A+ വാങ്ങിച്ച ആ സ്റ്റിക്കർ ഒന്ന് ഇളകിയിരുന്നപ്പോഴേ ഒന്ന് മാറ്റിയപ്പോൾ ഇതെന്തോ എഴുതിയിരിക്കുന്നത്? കേരള നടൻ തിരുവാതിര രത്നമ്മ. എന്റെ മോളുടെ പേര് അഞ്ജലി എന്നാ. എന്നാ ഇവിടെ കാണിക്കുന്നത്? സാറേ എന്റെ മോള് ഫുൾ A+ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിച്ചതാ. അതെ അതിന് വീട്ടിൽ എല്ലാവരും കൂടെ ഒന്ന് അനുമോദിക്കാന്ന അവരെ പാർട്ടിക്കാരെല്ലാം എന്നിട്ട് തന്ന മൊമെന്റോ ഉണ്ടോ സാർ? ഇതൊന്ന് വായിച്ചു നോക്കിയ രത്നമ്മ തിരുവാതിര കളിയെന്ന്. പ്രശ്നം അതെ, ഈ ചില രാഷ്ട്രീയക്കാരന്മാർക്ക് വിദ്യാഭ്യാസത്തിന്റെ വില എന്താണെന്ന് അറിഞ്ഞു. അവന്മാർ ഇതും കാണിക്കുന്നതിനപ്പുറം കാണിക്കും. രാവിലെ ഒരു കിട്ടങ്ങ് ഇറങ്ങുകയും ചെയ്യും. സാരമല്ല, ഈ നമ്മളെന്തിനാ ഇതിൻ്റെയൊക്കെ പിറകെ പോകുന്നത്? മോള് നല്ല പഠിച്ച് മിടിക്കുക, നല്ല മാർക്ക് മേടിച്ചില്ലേ? ഓ സാറേ അത് തന്നെ ധാരാളം. നിങ്ങളെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം ഉണ്ടാവും. ശരി സാർ. ശരി, ഉടായ്പൊന്നും കാണിക്കല്ലേ. കേരളോത്സവം തിരുവാതിരക്കളി ഫസ്റ്റ് പ്രൈസ് രത്നമ്മ. ഞാൻ മോട്ടിച്ചല്ല, സത്യം മോട്ടിച്ചല്ല. അമ്മ അതും താനം തന്നെ. അമ്മയുടെ ഇഷ്ടത്തിന് തന്നെ. റൊണാൾഡോ വായി നോക്കി നിന്റെ അടുത്ത് പഴയ സ്റ്റിക്കർ ഇളക്കിയിട്ട് പുതിയത് ഒട്ടിക്കാനല്ലാണ് പറഞ്ഞത്, അല്ലാതെ പഴയതിന്റെ പുറത്തോട്ട് ഒട്ടിക്കാനാണ് പറഞ്ഞത്. അതുപോലെ ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം. ട്രോഫി കൊടുത്ത വീട്ടുകാർ സ്റ്റിക്കർ ഇളക്കി നോക്കുന്നത് ഞാൻ അറിഞ്ഞു മച്ചമ്പി. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് ആത്മാർത്ഥ കാണിക്കണം. ഭയങ്കര മോശമായി. ഇനിയിപ്പേ ഇഡലി തീറ്റ മത്സരത്തിന്റെ ട്രോഫിയും കൂടി വരും. അതും കൂടി മേടിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും അച്ചമ്പിയും കൂടി വീട്ടിൽ കയറിയാൽ മതി. വാ കുഞ്ഞെ, അല്ലെങ്കിൽ നിന്റെ പേരും മാറ്റിക്കളയും. കർത്താവേ, അത് കൊടുത്തത് പട്ടാളക്കാരൻ ഹരീഷിന്റെ മോക്ക്. എന്റെ ദൈവമേ.